ശരി സർ. ഓക്കെ സർ, ഓക്കെ. നിങ്ങൾക്ക് എന്താ അറിയേണ്ടത് ചോദിച്ചോളൂ. അധിക സമയം എടുക്കരുതെന്നേ ഉള്ളൂ. ഒരിക്കലുമില്ല മദർ. ഈ ഫോട്ടോയിൽ കണ്ട പെൺകുട്ടി ഇവിടെ വന്നിരുന്നോ എന്നും അവരെന്തിനാണ് വന്നതെന്നും അറിഞ്ഞാൽ മതി. അവള് വന്നിരുന്നു. വന്നത് ഐസിയുയിൽ മരിക്കാൻ കിടക്കുന്ന ഒരാളുടെ അവസാന ആഗ്രഹം സാധിച്ചു കൊടുക്കാനാ. ഏത് നിമിഷവും എന്തു വേണോ സംഭവിക്കാവുന്നതാണ് അവസ്ഥ. അപ്പൊ അദ്ദേഹത്തിന്റെ ലാസ്റ്റ് വിഷായിട്ട് പറഞ്ഞതാ സ്വന്തം പാരന്റ്സിനെ കാണണമെന്ന്. ആക്ച്വലി ആ കുട്ടിയെ സഹായിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള സംഭവമല്ലേ, റെക്കോർഡ്സ് ഒന്നുമില്ല ഇവിടെ. എന്നിട്ട് ആ കുട്ടി എങ്ങോട്ടാ പോയത്? നൺ ഓഫ് മൈ ബിസിനസ്. ഇവിടുത്തെ പ്യൂണിനോട് ചോദിച്ചാ അവസാനം അവളെ എവിടെ കൊണ്ടുവിട്ടു എന്ന് പറയും. അയാളിപ്പോ പുറത്താണ്. കാത്തു നിൽക്കാൻ തയ്യാറാണെങ്കിൽ വന്നിട്ട് സംസാരിക്കാം. ഇറ്റ്സ് ഓക്കെ മദർ. ഞങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും വന്നോളാം. താങ്ക്സ്. യു ആർ വെൽക്കം. ഏതായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഞാൻ ഇനി മറക്കുന്നില്ല മദർ. ആ ഫോട്ടോയിൽ കാണുന്ന കുട്ടി സഞ്ജയ്, അത് ഞാനാണ്. എനിക്കെന്റെ പാരന്റ്സിനെ കുറിച്ച് അറിയാനായില്ലെങ്കിലും ഈ സ്കൂളിൽ തിരിച്ചു വരാനും മദറിനെ വീണ്ടും ഒരിക്കൽ കൂടെ കാണാൻ കഴിഞ്ഞതിലും വളരെയധികം സന്തോഷമുണ്ട് എനിക്ക്. എന്തായി കാര്യങ്ങള്? ദൈവസഹായം ചേട്ടൻ ശ്രീലക്ഷ്മിക്ക് നൽകിയ ഉദവി ഒന്നും വിടാതെ പറഞ്ഞു. അവള് പോയിരിക്കുന്നത് തിരുവട്ടാറുള്ള ഒരു അമ്പലത്തിലേക്കാണ്. ആ കുട്ടി എങ്കിരുന്നപ്പോ എവിടെ നേരം വെച്ച്? ഇപ്പോ അതൊരു 2 മണി നേരം ആറ്റി സാർ. ദൈവസഹായം. ഓക്കെ. ചിലപ്പോ ശ്രീലക്ഷ്മിയുടെ വീട്ടുകാർ തന്നെ നിനക്കെതിരെ തിരിഞ്ഞാലും എനിക്ക് അതിശയം തോന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇനിയും നമ്മൾ ഇതിന്റെ പുറകെ പോവാതെ നമുക്കുടൻ കമ്മീഷണറിനെ വിവരം അറിയിക്കാമെന്ന്. വെറുതെ ഓരോ പുലുവാല് പിടിച്ച് തലയെ വെക്കാതെ നമ്മൾ നിയമപരമായി കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നതാണ് ബുദ്ധി. നീ ആരെയായി വിളിക്കുന്നത്? കമ്മീഷണറെയാണോ? അല്ല, ശ്രീലക്ഷ്മിയുടെ അച്ഛനെ. എടാ, നീ അയാളെ വിളിച്ച് എന്ത് പറയാൻ പോവുക? എനിക്ക് മനസ്സിലാവുന്നില്ല. ഹലോ, നമസ്കാരം സാർ. ഞാനങ്ങോട്ട് വിളിക്കാതിരിക്കായിരുന്നു. മോള് ഫോൺ വിളിച്ചിട്ട് അവിടുന്ന് തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ബസ് ഇവിടെ ഞങ്ങളുടെ ജംഗ്ഷനിലെത്തുമ്പോ രാത്രി 9 മണിയാവും. എന്നോട് ബസ് സ്റ്റാൻഡിൽ കാത്തു നിൽക്കണമെന്നാ പറഞ്ഞത്. ശരി ശരി, ആയിക്കോട്ടെ. ശ്രീലക്ഷ്മി അങ്ങോട്ട് ഫോൺ ചെയ്തിരുന്നോ എന്നറിയാനാണ് ഞാൻ വിളിച്ചത്. 9 മണിയാകുമ്പോ ഞാൻ വീണ്ടും വിളിച്ചോളാം. ശരി സാർ, ഫോൺ വെച്ചേക്കട്ടെ. ശരി. മോള് അച്ഛാ,
അല്ല, മോള് വന്നിട്ട് അധികം സമയമായോ? ആ, ഒരു 5 മിനിറ്റ് ആയി കാണും. ഞാൻ അച്ഛനെ വിളിക്കാൻ തുടങ്ങായിരുന്നു, പക്ഷെ ഫോൺ വർക്കിംഗ് അല്ല. അതിന് മോള് 9 മണിക്ക് എത്തുന്നല്ലേ പറഞ്ഞിരുന്നത്? ബസ് വിചാരിച്ചതിനേക്കാളും നേരത്തെ എത്തി അച്ഛാ. അല്ല മോളെ, സുഖം തന്നെയല്ലേ? ആ ചേട്ടാ, സുഖം. ചേട്ടന് സുഖല്ലേ? ആ. രമ്യ മോൾ എന്ത് പറയുന്നു? ആ, പരമസുഖം മോളെ. അവക്ക് പരീക്ഷയായി. ഓട്ടോ സ്റ്റാൻഡിൽ എത്തിയപ്പോഴേ ഈ സുഖം അവിടെ ഉണ്ടായിരുന്നു. പരിചയക്കാരനാവുമ്പോ ഡിസ്കൗണ്ട് കിട്ടൂലോ ഓർത്ത് വിളിച്ചതാ. ഡിസ്കൗണ്ട് ഒക്കെ അങ്ങ് തുണിക്കടയില്. ഇവിടെ ദിവസവും പെട്രോളിന് വില കൂടിക്കൊണ്ടിരിക്കുക. ഓഹോ, വിലയൊന്ന് കുറയട്ടെ, അപ്പൊ ഡിസ്കൗണ്ടിനെ പറ്റി നമുക്ക് ആലോചിക്കാം. അപ്പൊ ഈ ജമ്മത്തിൽ തന്റെ കയ്യിൽ നിന്ന് ഡിസ്കൗണ്ട് കിട്ടില്ല എന്നർത്ഥം. പറഞ്ഞിട്ട് കാര്യമില്ല. ആ, മോള് കേറ്. അതെ, നടക്ക്. ചേട്ടാ, ചേട്ടാ, ശ്രീലക്ഷ്മി അച്ഛാ, എന്താ പറ്റിയത്? സാർ, ആരോ കുറച്ചുപേര് കാറിൽ വന്ന് എന്റെ മോളെ പിടിച്ചോണ്ട് പോയി. ശ്രീലക്ഷ്മി അച്ഛൻ വിഷമിക്കണ്ട. ശ്രീലക്ഷ്മിക്ക് ഒരാപത്തും പറ്റില്ല. ഞാൻ ഉറപ്പ് തരാം. രാജാറാം, താൻ അദ്ദേഹത്തിന് ആവശ്യമുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, അല്ലെങ്കിൽ വീട്ടിലേക്ക്. ഹോസ്പിറ്റലൊന്നും പോണു സാർ, എനിക്ക് എന്റെ മോളെ കണ്ടാ മതി. അവരെന്തിനാ? ശ്രീലക്ഷ്മിക്ക് ഒന്നും സംഭവിക്കില്ല. ഒരു പോറല് പോലും അൽക്കാതെ ഞാൻ മടക്കി കൊണ്ടുവരും. ധൈര്യമായിട്ടിരിക്കുക. അവരേത് ഭാഗത്തേക്ക് പോയത്? അങ്ങോട്ടേക്കാണ് സർ. ഓ, രാജാറാം, ഇതേത് കൊണ്ടുവയ്ക്കും. ചേട്ടാ, ഹലോ. ഹലോ, പറന്ന് വണ്ടി ഓടിക്കായിരിക്കും. ഞാൻ എന്തൊരു മണ്ടനാണെന്ന് ആലോചിച്ച് നോക്ക്. നീ ഈ വിവരം അറിഞ്ഞ സ്ഥിതിക്ക് ഹീറോയുടെ വാശിയോടെ വില്ലനായി എന്നെ അന്വേഷിച്ച് വരുന്ന കാര്യം മറന്ന ഞാൻ ഗുഡ് നൈറ്റ് പറഞ്ഞ് സംസാരം അവസാനിപ്പിച്ചത്. ഏതായാലും ഉടൻ തന്നെ എന്റെ ബുദ്ധി തെളിഞ്ഞു കിട്ടി. അതാ ഇപ്പോഴീ ഫോൺ ചെയ്തത്. ഹലോ, കേൾക്കുന്നുണ്ടോ നീ? അതോ ടെൻഷൻ അടിച്ച് സൈലന്റ് ആയി പോയതാണോ? സൈലന്റ് ആയി പോയതല്ല, വയലന്റ് ആയി വന്നുകൊണ്ടിരിക്കുക നിന്നെ കാണാൻ. അത് മനസ്സിലാക്കി തന്നെയാ ഞാനിപ്പോ സംസാരിക്കുന്നത്. പക്ഷേ നിന്റെ വയലൻസിന്റെ റൂട്ട് മാറിപ്പോയോന്നൊരു സംശയം. ഇപ്പൊ നീ ചീറിപ്പാഞ്ഞു പോകുന്നത് എങ്ങോട്ടാണെന്ന് എനിക്കറിയാം. പണ്ട് നിന്റെ ആ കൊച്ചിനെ ഐസിന്റെ മുകളിൽ കയറ്റി കെട്ടി നിർത്തിയ സ്ഥലത്ത്. എന്നാ അവിടെ പോയി വെറുതെ പെട്രോളും സമയവും പാഴാക്കി കളയണ്ട. ആ സ്ഥലം ഇപ്പൊ പൂട്ടിക്കിടക്കുക. ഒറ്റയ്ക്ക് പോയാൽ നീ പേടിച്ച് പണ്ടാരം ഉടങ്ങിപ്പോവും. ഞാൻ ശ്രീലക്ഷ്മിയെ കൊണ്ടുവന്നിരിക്കുന്നത് മറ്റൊരിടത്തേക്കാ. എവിടെയാ സ്ഥലം? പറയാം, പക്ഷേ അതിനു മുൻപ് നിന്റെ ബുദ്ധി ചോർന്നു പോയിട്ടില്ലെങ്കിൽ ഞാൻ പറയുന്നത് നീ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്ക്. കുട്ടി പേടിച്ചു പോയെന്ന് തോന്നുന്നു. പേടിക്കണ്ട, തൽക്കാലം കുട്ടിയെ ഞാൻ ഒന്നും ചെയ്യില്ല. എനിക്ക് വേണ്ടത് ചെറിയൊരു കടലാസാണ്. അതുകൊണ്ടൊരാൾ ഇപ്പൊ വരും. കുട്ടിയുടെ രവിചന്ദ്രവർമ്മൻ സാറ് തന്നെ. അയ്യോ, രവി ഈ കഥയിൽ എങ്ങനെ കയറി വന്നു എന്നുള്ള അമ്പരപ്പായിരിക്കും. അത് സ്വാഭാവികമല്ലേ? ഹീറോയിനെ വില്ലൻ പിടിച്ചോണ്ട് പോയാൽ ഹീറോ അന്വേഷിച്ച് പിന്നാലെ വരണം. ദ ഗ്രേറ്റ് ഇന്ത്യൻ ട്രഡിഷൻ. രാമായണം മുതലുള്ള പതിവാ.
നമ്മളത് തെറ്റിക്കാൻ പാടില്ല. നിങ്ങൾക്ക് എന്താ വേണ്ടത്? പറഞ്ഞില്ലേ, ഒരു ചെറിയ കടലാസ്. പിന്നെ പറ്റുമെങ്കിൽ രവിചന്ദ്രവർമ്മനിട്ട് ഞാനൊരു കൊട്ടു കൊടുക്കും. ആ, അത് നോക്കട്ടെ, സമയവും സന്ദർഭവും അനുസരിച്ച് വന്നാൽ. ഏതായാലും കുട്ടിയെ ഞാനൊന്നും ചെയ്യില്ല. എന്റെ ടാർഗറ്റ് രവിയാണ്, ശ്രീലക്ഷ്മി അല്ല. കാരണം അവൻ 20 വർഷങ്ങൾക്ക് മുൻപേ എന്നെ ചതിച്ചതാ. ഒരു പഴയ കഥ കുട്ടിക്കതറിയില്ല. അവൻ കാരണം ഞാൻ ജയിലിലെ ഭക്ഷണം കുറേ കഴിച്ചതാ. ഇനിയെങ്കിലും എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ പിടിക്കണം. ജീവിക്കണം എനിക്ക്. അതെന്റെ വാശിയ. പക്ഷേ അവനാ ഒന്നിനും സമ്മതിക്കാതെ എതിര് നിൽക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെയാ തോക്കു ചൂണ്ടി കാഞ്ചി വലിച്ചത്. ഞാനപ്പോ വീണുപോയി എന്നുള്ളത് സത്യം. അപ്പോ അവൻ കരുതിക്കാണും ഞാൻ തീർന്നെന്ന്. അങ്ങനെയൊന്നും തീർന്നു പോയില്ല എന്ന് അവനെ എനിക്ക് കാണിച്ചു കൊടുക്കണം. ഏതായാലും അന്നവൻ വെടിവെച്ചത് കൊണ്ട് ഒരു ഗുണമുണ്ടായി. അവനോടുള്ള പക എനിക്ക് പിന്നെയും കൂടി. പിന്നെ ഇപ്പൊ കുട്ടിയെ ഇവിടെ കൊണ്ടുവന്നത് ഞാൻ പറഞ്ഞില്ലേ, ആ കടലാസിന് വേണ്ടിയിട്ടാ. കുട്ടി തന്നെ കണ്ടെത്തിയ ആ വെയർഹൗസ് പ്രോപ്പർട്ടിയുടെ ഒറിജിനൽ ഡോക്യുമെന്റ് എനിക്കത് വേണം. കുട്ടി എന്റെ കസ്റ്റഡിയിലുണ്ടെന്ന് ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്. അവൻ കുട്ടിയുടെ വീട്ടിൽ പോയി മേശവലിപ്പിൽ നിന്ന് അതെടുത്തോണ്ട് വരും. കുട്ടി അവന് വിവാഹം കഴിക്കാൻ സമ്മതമല്ലെന്ന് പറഞ്ഞാലും കുട്ടി അവന് വലിയ ജീവനാണ്. അതെനിക്ക് നന്നായിട്ടറിയാം. അതാണല്ലോ കുട്ടിയെ അന്വേഷിച്ച് അവൻ അലഞ്ഞു നടന്നത്. ആ, പറഞ്ഞിട്ട് കാര്യമില്ല. ശരി മോളെ, പറ്റുമെങ്കിൽ നീ വാ. ശരി. സരോജം, നീ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നത്? ആരായിരുന്നു ഫോണില്? കൃഷ്ണയാ. പത്മിനിയൊക്കെ ഉറങ്ങി, അവൾ ഇങ്ങോട്ട് വരാന്ന്. അല്ല, വയ്യാത്ത അച്ഛനെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അച്ഛൻ പോയി കിടക്കാൻ നോക്ക്. കിടന്നിട്ടൊരു സ്വസ്ഥതയില്ല സരോജം, ഉറങ്ങാൻ പറ്റുന്നില്ല. അത് ശരി. അപ്പോ എനിക്ക് സ്വസ്ഥതയുണ്ടെന്നാണോ ശ്രീലക്ഷ്മി കരുതുന്നത്? മോൾക്ക് എന്തെങ്കിലും പറ്റൂന്നുള്ള ആദ്യം എന്റെ മനസ്സ് നിറയെ. സത്യം പറഞ്ഞ ഇവിടെ നമ്മൾ അറിയാത്ത എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ശ്രീടച്ച. രവിസാറ് പലതും തുറന്നു പറയാൻ മടിക്കുന്ന പോലെയാ എനിക്ക് തോന്നുന്നത്. നമുക്കൊന്ന് പോലീസ് സ്റ്റേഷനിൽ കൂടെ വിവരം അറിയിച്ചാലോ? മോളുടെ കാര്യത്തിൽ എനിക്ക് നല്ല പേടിയാവുന്നുണ്ട്. ഏയ്, നീ ഇങ്ങനെ ആവശ്യമില്ലാത്ത ഓരോന്ന് ആലോചിച്ചു കൂട്ടണ്ട. ആദ്യം നേരം വിളിക്കട്ടെ, പിന്നെ നമുക്ക് ആലോചിക്കാം. പേടിക്കാനൊന്നുമില്ലെന്നും മോൾക്കൊന്നും സംഭവിക്കില്ലെന്നല്ലേ രവി സാർ പറഞ്ഞിട്ട് പോയത്. സാറെങ്ങനെ വെറും വാക്ക് പറഞ്ഞിട്ട് പോവോ? ഇല്ല. ഇതൊക്കെ ഓരോരോ ബിസിനസ് കളികളാ. സാറ് വലിയ ബിസിനസ്സുകാരനല്ലേ, മോളവിടുത്തെ പ്രധാന സ്റ്റാഫും. സാറിന്റെ ബിസിനസ് തകർക്കാൻ നമ്മുടെ മോളെ കരുവാക്കുന്നു. അതാണിപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് സാറ് വന്ന് ആ ഡോക്യുമെന്റ് വാങ്ങിച്ചോണ്ട് പോയത്. ശരിയാ, നമ്മുടെ മോൾ ഒരു തെറ്റും ചെയ്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് നമ്മുടെ മോൾക്ക് ഒന്നും സംഭവിക്കില്ലെന്ന് ഉറപ്പാ. എന്റെ കരിക്കൊത്തിയമ്മേ, ആറ്റുകാലമ്മേ, കാത്തുരക്ഷിക്കണേ. അതേ, ഇവിടെ റൊമാൻസിനെ പറ്റിയ സ്ഥലമല്ല കുട്ടി. അതൊക്കെ അങ്ങ് പാർക്കിലോ ബീച്ചിലോ പോയിട്ട് മതി. ഈ സ്ഥലം അത്ര ശരിയല്ല. അതുകൊണ്ടാ നീ ഒരു കാര്യം ചെയ്യും. തൽക്കാലം ഈ ചേട്ടൻ ഈ വാനിൽ നിന്നെ വീട്ടിൽ കൊണ്ടാക്കും. ദേവി സാർ ഇവിടെ നിൽക്കട്ടെ. അവനുമായിട്ട് എനിക്ക് ചില പഴയ കണക്കുകൾ സംസാരിക്കാനുള്ളതാ.
അതെ, നിന്നോടുള്ള കണക്ക് തീർക്കും മുൻപ് ആദ്യം ചെയ്യേണ്ടത് ഒരു ദഹനക്രിയയാണ്. രാജനന്ദിനിയുടെ സ്വത്തുക്കളിൽ എനിക്ക് അവകാശമില്ലെന്ന് പറയുന്ന ഈ കരാറ് കത്തിക്കാൻ. അത് നടന്നാലേ എനിക്ക് അവകാശമുണ്ടെന്ന് ഞാനുണ്ടാക്കി വെച്ച കരാറിന് സാധുതയുള്ളൂ. സോ രാജനന്ദിനി ചത്തതുപോലെ അവളുണ്ടാക്കിയ ഈ കരാറും നശിക്കണം, നിന്റെ മുന്നിൽ വെച്ച് തന്നെ. മോക്ക് കുഴപ്പമൊന്നും പറ്റിയില്ലല്ലോ? ഞങ്ങള് വല്ലാതങ്ങ് പേടിച്ചുപോയി. കുഴപ്പമൊന്നുമില്ല അമ്മ, എല്ലാം ഓക്കെയാണ്. ആരാ സാറേ എന്റെ മോളെ പിടിച്ചോണ്ട് പോയത്? എന്തായിരുന്നു അവരുടെ ആവശ്യം? സരോജ മാം, അത് ചില ഒഫീഷ്യൽ പ്രശ്നം. ഈ വിഷയത്തിൽ ശ്രീലക്ഷ്മി പൂർണ്ണമായിട്ട് നിരപരാധിയാണ്. എനിക്ക് തന്നോടുള്ള പ്രണയം ഉരുകി പോകുന്ന ഒരു മഞ്ഞുകെട്ട പോലെ ആയിരുന്നില്ല. ഇറ്റ് വാസ് സോളിഡ് ശ്രീലക്ഷ്മി, സോളിഡ് ലൈക്ക് എ റോക്ക്. പക്ഷെ തന്റെ അച്ഛൻ പോലും നമ്മുടെ വിവാഹത്തിന് സംബന്ധിച്ചപ്പോ എനിക്ക് പോലും ഇപ്പോഴും കൃത്യമായിട്ട് അറിയാത്ത എന്റെ ഭൂതകാലത്തിന്റെ പേരിലാണ് താൻ എന്നെ തള്ളി. That was disgusting and disappointing. എന്നിൽ അത് ഏൽപ്പിച്ച ആഘാതം ഒരിക്കലും തനിക്ക് മനസ്സിലാവില്ല, ഒരിക്കലും. ഇനിയിപ്പോ ഒരപേക്ഷയേ ഉള്ളൂ. എന്നെങ്കിലും താൻ എന്റെ അമ്മയെ അന്വേഷിച്ച് കണ്ടെത്തുകയാണെങ്കിൽ താനത് എന്നോട് നേരിട്ട് പറഞ്ഞു തരണം. മറ്റൊന്നിനുമല്ല, ഒന്ന് കാണണം. പ്രസവിച്ച സ്ത്രീയല്ലേ, എന്തിനാ എന്നെ ഉപേക്ഷിച്ചതെന്ന് അവരോട് ചോദിക്കണം. അത് മാത്രം മതി, അത് മാത്രം. ഏതായാലും എനിക്കിപ്പോ പെറ്റമ്മയില്ലാത്തതിൽ യാതൊരു സങ്കടവുമില്ല ശ്രീലക്ഷ്മി. കാരണം ഒരു പോറ്റം വേണ്ട എനിക്കിപ്പോ. എന്നോട് ഒരുപാട് കരുതൽ കാണിക്കുന്ന ഒരു കുറവുമില്ലാത്തൊരമ്മ. ആ സ്ത്രീ മാത്രം മതി എനിക്കിനി എന്റെ ജീവിതത്തിൽ. ആ സ്ത്രീ മാത്രം. ഇനി സ്വന്തം ജീവിതത്തിൽ അമ്മ എന്ന സ്ത്രീ മാത്രം മതിയെന്നൊക്കെ 5 ഡയലോഗ് അടിച്ചിട്ടാ ഇവിടുന്ന് പോയത്. അങ്ങനെ പറഞ്ഞോ? പറഞ്ഞു. അറിഞ്ഞോ അറിയാതെയോ എന്റെ ചില പ്രവൃത്തികൾ വല്ലാതെ ആഴത്തിൽ മുറിവുണ്ടാക്കിയിട്ടുണ്ട്. അതുണങ്ങാൻ ഒരുപാട് സമയമെടുക്കുമെന്ന് തോന്നുന്നു. അതൊരിക്കലും ഉണങ്ങിയില്ലെങ്കിലോ? കൃഷ്ണ. അതെ ശ്രീ, എനിക്കെന്തോ അങ്ങനെ വല്ലാത്തൊരു ആശങ്ക തോന്നിയിപ്പോ. എത്ര കടുത്ത കരിങ്കല്ലാണെങ്കിലും കൂടം കൊണ്ട് അടിച്ചെടുത്ത് തന്നെ വീണ്ടും അടിച്ചാ അത് പിളർന്നു പോവും. അതുപോലെ കുറച്ചു നാളുകളായി നീ രവിവർമ്മൻ സാറിന് വേദന മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇപ്പോഴീ ഭൂതകാലം തേടിയുള്ള നിന്റെ ഈ അധിക പ്രസംഗ യാത്ര കൂടിയായപ്പോ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയും നീ തന്നെ അടിച്ചെന്ന് പറയാം. അതുകൊണ്ട് ഇനിയെങ്കിലും നീ നിന്റെ ആറ്റിറ്റ്യൂഡ് മാറ്റണം. മാറ്റിയില്ലെങ്കിൽ നിന്റെ ജീവിതം തന്നെ കൈവിട്ടു പോയെന്നിരിക്കും. എങ്ങനെ വേണമെന്ന് നീ തന്നെ തീരുമാനിക്ക. ഗുഡ് മോർണിംഗ്.
മോളെത്തിയില്ലോ. ആ ഗുഡ് മോർണിംഗ് മോളെ. അമ്പലത്തിൽ വലിയ തിരക്കൊന്നുമില്ലായിരുന്നല്ലോ. നന്നായിട്ട് തൊഴാൻ പറ്റിയ? പറ്റിയച്ചാ, അർച്ചനയും ചെയ്തിട്ടുണ്ട്. ദേ പ്രസാദ്. ഇത് 2-3 അർച്ചനയുണ്ടല്ലോ. നമ്മുടെ 3 ആളുടെ പേരിൽ അർച്ചന നടത്തിയോ നീ? നടത്തി. ഒന്ന് അച്ഛന്, ഒന്ന് അമ്മയ്ക്ക്, പിന്നൊന്ന് മോൾക്ക് തന്നെ. അതല്ലാതെ ആരായി വീട്ടിലുള്ളത്? അല്ലച്ചാ, 3ാമത്തെ അർച്ചന ചെയ്തത് രവി സാറിന് വേണ്ടിട്ടാ. രവിവർമ്മ സാറിന് വേണ്ടിട്ടോ? എന്റെ കരിക്കൊത്തിയമ്മേ, നീ പറഞ്ഞ സത്യമാണോടി? അതെ അമ്മ. എനിക്ക് 2ആളോടും ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. അതിനുള്ള മനോധൈര്യം കിട്ടാനാ രാവിലെ ഞാൻ അമ്പലത്തിൽ പോയത് തന്നെ. എന്താ മോളെ കാര്യം? നീ പറഞ്ഞോ, കേൾക്കാൻ ഞങ്ങള് തയ്യാറാ. അത് പിന്നെ എനിക്ക് രവി സാറിനെ വിവാഹം കഴിക്കാൻ സമ്മതമാണ് അച്ഛാ. നമുക്ക് ആ വിവാഹം ഉടനെ നടത്തണം. സത്യമാണോ മോളെ? സത്യമാണോ നീ പറയുന്നത്? എന്റെ കൈക്കൊത്തിയമ്മേ, ഞാൻ എന്തായി കേൾക്കുന്നത്? വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ. എന്നാ 2ആൾക്കും എന്നെ വിശ്വസിക്കാം. ഈ ഞാൻ കാരണം എല്ലാവരുടെയും മനസ്സ് ഒരുപാട് വിഷമിച്ചു കഴിഞ്ഞു. അച്ഛൻ പോലും നമ്മുടെ വിവാഹത്തിന് സമ്മതിച്ചപ്പോഴാ ഞാൻ അങ്ങനെയൊക്കെ എതിര് പറഞ്ഞത്. അതൊരിക്കലും രവി സാറിനോടുള്ള ഇഷ്ടക്കേട് കൊണ്ടായിരുന്നില്ല. മറിച്ച് എനിക്ക് എന്നും സാറിനോട് അത്രയ്ക്ക് ഇഷ്ടവും ബഹുമാനവും കടപ്പാടുവേ തോന്നിയിട്ടുള്ളൂ. പറയുമ്പോ ഇതൊക്കെ കേൾക്കാൻ നല്ല കാര്യ. പക്ഷേ എന്തിനായിരുന്നു നിന്റെ ദുർവാശി? അതുകൊണ്ട് നീ എന്താ ഉദ്ദേശിച്ചത്? അല്ലെങ്കിൽ എന്താ നേടിയത്? അത് പറഞ്ഞാലല്ലേ ഞങ്ങൾക്ക് മനസ്സിലാവും. എനിക്കത് എങ്ങനെ നിങ്ങളോട് പറഞ്ഞു മനസ്സിലാക്കണമെന്ന് അറിയില്ല അമ്മേ. എന്റെ മനസ്സും ശരീരവും കടന്നുപോയ വഴികളും ഇപ്പോഴെനിക്ക് പറയാൻ പറ്റില്ല. ദയവ് ചെയ്ത് പഴയതുകളൊന്നും നിങ്ങൾ എന്നോട് ചോദിക്കരുത്. ഒരേ ഒരു കാര്യം മാത്രം 2ആളും മനസ്സിലാക്കിയാൽ മതി.